രാവിലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയായിരുന്നു കേട്ടോ. വാള മീനും നൊത്തോലി മീനും പിന്നെ പേരറിയാത്തൊരു മീനുമാണേ വാങ്ങിയിട്ട് വന്നത്. ഈ മീനിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മീൻ വെട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇന്ന് ഞങ്ങളിവിടെ കറിക്ക് എടുത്തേക്കുന്നത് വാള മീനാണേ. പിന്നെ പേരറിയാത്ത മീനിൻ്റെ 2-3 കഷ്ണങ്ങൾ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുക്കർ ഫിസിൽ വന്ന് മാറ്റിയതിന് ശേഷം മീൻകറി വെക്കുവാണേ. വൃത്തിയാക്കി വെച്ച വറുക്കാനുള്ള മീനിലേക്ക് മസാല തേച്ച് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. മീൻകറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി വെണ്ടയ്ക്ക താളിച്ചെടുക്കാവേ. കുക്കറിലായിരുന്ന ചോറ് തിളപ്പിച്ച് വറുക്കാൻ വച്ചേക്കുവാണേ. ചോറ് മാറ്റിയിട്ട് ആ അടുപ്പിലേക്ക് ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ വറുക്കുന്ന സമയം കൊണ്ട് വെണ്ടയ്ക്ക താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ റെഡിയാക്കി പെട്ടെന്നുണ്ടതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണേ. എന്താണെന്നറിയോ, രാവിലെ തന്നെ ഒരു പണി കിട്ടിയായിരുന്നു കേട്ടോ. ഉറക്കം എണീറ്റ് വന്ന പാടെ ബഡ്സ് ഇട്ട് ചെവി ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നേ. തിരിച്ചെടുത്തപ്പോഴത്തേക്കും ബഡ്സിൻ്റെ പഞ്ഞിയെല്ലാം ചെവിക്കുള്ളിൽ കയറിയിരിക്കുക. പിന്നെ രാവിലെ തൊട്ട് ഹോസ്പിറ്റൽ രജിസ്ട്രേഷനിൽ വിളിച്ച് ചോദിക്കുമ്പോഴത്തേനും ഡോക്ടർ OT ആണെന്ന് പറഞ്ഞായിരുന്നേ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ച കഴിഞ്ഞായിരുന്നു കേട്ടോ. ടോക്കനൊക്കെ നേരത്തെ എടുത്ത് വെച്ചിരുന്നേ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു. ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് അതിനകത്തുനിന്ന് പഞ്ഞിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പം